وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ നൂനിന്റെ മേലെ ഷദ്ദുണ്ട്, 2 ഹറക്കത്ത് വീതമണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ظَلَمْتُمْ أَنفُسَكُمْ ظَلَمْتُمْ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ളാ കനപ്പിക്കേണ്ടതാണ്, ലാം കനപ്പിക്കാതിരിക്കുക. ظَلَمْتُمْ അൻഫുസക്കും ഇഖ്ഫ ആണ് നിയമം. സുക്കൂനുള്ള നൂനിന് ശേഷം ഫാ വന്നു. ഫാ അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അൻഫുസക്കും ബിത്തിഖാദികുമുൽ ഇജ്ൽ, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു. അൽ ഇഖ്ഫാ ഉൽ ശഫവിയാണ് നിയമം. ഫതൂബൂ ഇലാ ബാരിഇക്കും, അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം. ഫഖ്തുലൂ അൻഫുസക്കും, ഫഖ്തുലൂ എന്ന വാക്കിൽ ഖൽഖലയുണ്ട്, ഖാഫിന്റെ മേലെ സുക്കൂൻ വന്നതുകൊണ്ട് ഫഖ്തുലൂ അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം. അൻഫുസക്കും അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഇൻദ അവിടെയും ഇഖ്ഫ ആണ് നിയമം. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, നൂനിന്റെ മേലെ ശദ്ദ് വന്നു, മണിക്കേണ്ടതാണ്. ഹുവ എന്ന വാക്കിലെ ഹാ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ فتاب عليكم إنه هو التواب الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ല ഫതൂബൂ ഇലാ ബാരിഇക്കും ഫഖ്തുലൂ അൻഫുസകും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ വഇദ് ഖാല മൂസ പറഞ്ഞ സന്ദർഭവും ലിഖൗമിഹി തന്റെ ജനതയോട്, യാ ഖൗം എന്റെ ജനങ്ങളെ, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ, വലംതും നിങ്ങൾ അക്രമം ചെയ്തു, അൻഫുസക്കും നിങ്ങളുടെ സ്വന്തത്തോട് അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ, ബിത്തിഖാദിക്കും നിങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്, അൽ ഇജ്ല പശുക്കുട്ടിയെ, ഫതൂബു അതിനാൽ നിങ്ങൾ മടങ്ങുവിൻ, ഇലാ ബാരിഇക്കും നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനിലേക്ക്, ഫഖ്തുലു അങ്ങനെ നിങ്ങൾ കൊല്ലുവീൻ, അൻഫുസക്കും നിങ്ങളെ തന്നെ, ദാലിക്കും അത്, ഖൈറുൽ ലക്കും നിങ്ങൾക്ക് ഉത്തമമാണ്,
ഇൻദ ബാരിഇക്കും നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അടുക്കൽ ഫതാബ അലൈക്കും എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു ഇന്നഹു ഹുവ നിശ്ചയമായും അവൻ തന്നെ അത്തവ്വാബ് വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അർ റഹീം കരുണാനിധി. അപ്പോൾ സഹോദരങ്ങൾ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും ഓർക്കുക. എന്റെ ജനങ്ങളെ, നിശ്ചയമായും നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് നിമിത്തം നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചവങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവീൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുവീൻ. അത് നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമാകുന്നു. എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. നിശ്ചയമായും അവൻ തന്നെയാണ് വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായുള്ളവൻ. ഇതാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ അർത്ഥം. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഒരു വിഷയമാണ്. ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ചിലർ മൂസാ നബി അലൈഹിസ്സലാമ തൗറാത്ത് വാങ്ങിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അവർ സ്വർണം കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്ത സംഭവം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. ഈ സംഭവത്തിന് ശേഷം ഇസ്രായേലിയർ അവർ ഖേദിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമല്ലോ എന്ന് അവർ സങ്കടപ്പെടുകയും ചെയ്തു എന്നാണ്. സൂറത്തുൽ അഹ്റാഫിലെ 149-ാമത്തെ ആയത്തിൽ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും. വലമ്മാ സുഖിത ഫീ ഐദീഹിം വറഔ അന്നഹും ഖദ് ളല്ലു ഖാലു അവർക്ക് ഖേദം തോന്നുകയും തങ്ങൾ പിഴച്ചുപോയിരിക്കുന്നു എന്ന് അവർ കണക്കാക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ലൈൻ ലം യർഹംനാ റബ്ബുനാ വയഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരായി പോകുമെന്ന് ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ രൂപത്തിൽ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ടവർ അവർ ചെയ്ത ആ പ്രവർത്തനത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തിൽ നിന്ന് പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞത്, യാ ഖൗമി ഇന്നകും വലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ല എന്റെ ജനങ്ങളെ, നിശ്ചയമായും നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് നിമിത്തം നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. ഫതൂബു ഇലാ ബാരിക്കും ആകയാൽ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചവങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവീൻ. ഫഖ്തുലു അൻഫുസകും അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുവീൻ. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിക്കും അത് നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമാകുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന ശിർക്ക് എന്ന മഹാ അപകടത്തെക്കുറിച്ച് മൂസാ നബി അലൈഹിസ്സലാമക്ക് അറിയുന്നത് കൊണ്ടാണ് സഹോദരങ്ങളെ ഈ രൂപത്തിൽ മൂസാ നബി അലൈഹിസ്സലാമ അവരെ ഉപദേശിക്കുന്നത്. നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിനെ വിട്ടേച്ചുകൊണ്ട് നിങ്ങളുടെ കൈകൊണ്ട് സ്വയം നിർമ്മിച്ച ഒരു പശുക്കുട്ടിയുടെ പ്രതിമയെ ദൈവമാക്കി തീർത്തത് അത് വലിയ ഒരു അക്രമമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്രഷ്ടാവിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണമെന്നാണ് ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമ നിർദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പശ്ചാത്താപത്തിന്റെ പൂർത്തീകരണവും ആ പശ്ചാത്താപത്തിലുള്ള ഇഖ്ലാസിന്റെ നിഷ്കളങ്കതയുടെ സാക്ഷ്യവും എന്ന നിലക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തേണ്ടതാണ്. പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവായി സ്വീകരിച്ച് ആ പശുക്കുട്ടിയെ പൂജിച്ച നിങ്ങളുടെ ആളുകളെ നിങ്ങൾ പരസ്പരം വധിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം. ഈ രൂപത്തിൽ ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നത് അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് സഹോദരങ്ങളെ. എന്നാൽ ഇസ്രായേൽ സന്തതികൾ അള്ളാഹുവോട് ചെയ്ത അപരാധത്തിന്റെ അനന്തരഫലം അത് നരകമാണ്. വളരെ വലിയ ശിക്ഷയാണ് അവർക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവോട് ചെയ്ത ഈ അക്രമത്തിന്റെ ശിക്ഷ അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ പശ്ചാത്തപിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ശിക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാണ് അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഗുണകരമായി തീരുക എന്ന് മൂസാ നബി അലൈഹിസ്സലാമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ രൂപത്തിൽ അവർ പ്രവർത്തിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു കൊടുക്കുകയും അങ്ങനെ അവർക്ക് മാപ്പ് നൽകുകയും ചെയ്തു എന്നാണ് സഹോദരങ്ങളെ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ അത് ഓരോന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പൊതുവിൽ ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ പഠന വിധേയമാക്കിയത്. ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള മറ്റു വിഷയങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി ഓരോന്നായി നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ നേരായവണ്ണം മനസ്സിലാക്കുവാനും അതിൽ അടിയുറച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാനും നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.